ധ്യാനത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ നടന്നതിൽ? ആ ധ്യാനത്തിലൊരു ഡൗട്ടുണ്ട് ബ്രദറെ. നമ്മളിപ്പം ബന്ധനമോചന ക്യാമ്പ് നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് മനുഷ്യരെ അന്ധകാരശക്തി ബന്ധിച്ചിടും, അതുപോലെ തന്നെ മണ്ണിനെ ഇപ്പോൾ ഒരു ആഭിചാര കർമ്മം വീട്ടിൽ നടന്നിട്ടുള്ള ചാത്തൻ സേവ പോലെയുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ വീട്ടിൽ നടന്നിട്ടുള്ള കുടുംബങ്ങളിൽ മനുഷ്യർക്ക് ബന്ധനം ഉണ്ടാവും, മണ്ണിനെ ബന്ധിച്ചിട്ടുണ്ടാവും, ആ വീടും ബന്ധനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യരുടെ ബന്ധനം അഴിയുന്ന അത്രയും വേഗത്തിൽ ഈ മണ്ണിൻ്റെയും വസ്തുവകകളുടെയും ബന്ധനം അഴിയുമോ? ചിലവർ വരെ സഹകരിക്കാൻ നല്ല രസമാണ്, പക്ഷെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ കുളമാക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സോള് നല്ലതാണ്, എന്ത് വേണേലും നമ്മളെ ഹെൽപ്പ് ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാമേ ഉള്ളത്. പക്ഷേ വിവേകവും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുളമായിരിക്കും. അപ്പോൾ അതാണ് സോള് നല്ലതും ഇവർ ഫ്ലഷിൽ പോരാ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ സോള് നല്ലതായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. പക്ഷേ ഇവരുടെ ഈ ബന്ധനം വന്നത് വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെന്താ സകല വസ്തുക്കളുടെ മേലും യേശുവിന് അധികാരമുള്ളത് കാരണം ആ വീട് സ്വതന്ത്രമാക്കണം. അത് സ്വതന്ത്രമാക്കി എടുക്കുന്നത് വരെ ശകലം പ്രശ്നം ഇവർക്കുണ്ടാവും. ഫസ്റ്റ് ധ്യാനത്തിൽ തന്നെ ആ വ്യക്തി ബന്ധനം അഴിഞ്ഞു, നല്ല ഫുൾ ഡെലിവറൻസ് കിട്ടി പോയാലും അവരുടെ ബാലൻസ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊന്നും അവർക്ക് വിടുതൽ കിട്ടത്തില്ല. ഉടനെ കിട്ടത്തില്ല. അപ്പോൾ വീട് സ്വതന്ത്രമാക്കാൻ ഒരു കാലതാമസം ഇങ്ങനെ പോയി 16 മാസം ഇത് നമ്മൾ 7 14 16 മാസം വരും, 2 വർഷം എക്സ്ട്രാ വരും. ഈ 16 മാസം ഇവർ ആക്റ്റീവായിട്ട് ഇവർ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ നിന്നാൽ 100%, 99%, 100% 16 മാസം കൊണ്ട് ഞാനങ്ങനെ നേടിയെടുത്ത ആളാണ്. ഞാൻ 16 മാസം കൊണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. ഈ വീടിനെ ഇവൻ ബന്ധനം മുറുക്കിക്കഴിഞ്ഞാൽ ഇവർ ദുർസ്വപ്നം ഉറപ്പായും കാണും. ബന്ധനമോചന ശുശ്രൂഷ കഴിഞ്ഞ് ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞിട്ടും ഇവർ ദുർസ്വപ്നം തന്നെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ വീട് കൂട്ടി മുറുക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പം ധ്യാനം കൂടി വ്യക്തികൾ വീട്ടിൽ ചെന്നു, അവർ ധ്യാനം കൂടുന്നതിന് മുമ്പ് ആ വീട് എന്താണെങ്കിലും ബന്ധനത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ശക്തമായ തട്ടുമുട്ടുകളും ക്ലാസ്സിൽ കേൾക്കുന്നത് പോലെ തന്നെയുള്ള എല്ലാ അവസ്ഥകളും, നിഴല് കാണല്, ആളനക്കം, ആളോടുന്നു, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ധനമോചനം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതെല്ലാം മാറിയെങ്കിൽ ആ വീട് ഡെലിവർ ആയി എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അതായത് അവരുടെ ശക്തി ഇല്ലാതെ ആ വീടിൻ്റെ കൺട്രോൾ പോയി. അവനിൽ നിന്നുള്ള കൺട്രോൾ. നമുക്ക് ആളെന്നൊക്കെ ഉണ്ട്, ശബ്ദം കേൾക്കുക, ചിലവർ അലറുന്ന ശബ്ദം കേൾക്കുക, ഇതൊക്കെ ഇല്ലേ, അതിൻ്റെ ആ കൺട്രോൾ പോയി. ഈ വിളിച്ചിൻ്റെ കൺട്രോള് നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിലൂടെ പോയി. അത് ആ കുടുംബത്തിലുണ്ട്. ഉണ്ട്, പ്രസൻസ് ഉണ്ട്, ഇല്ലാതെ ഒരിക്കലും വരത്തില്ല. കൺട്രോൾ പോയി. കാരണം അവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് മാത്രം അവസാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ ഇപ്പോഴും അവിടെ ഉണ്ട്. പ്രസൻസ് ഉണ്ടെങ്കിൽ ഇവര് ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞ് ഇവർ ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞിട്ട് ഇവർ ആ വീട്ടിൽ താമസിക്കണം. അപ്പം മുതൽ അവസാനിക്കും. അതുപോലെ തന്നെയാണോ മണ്ണെല്ലാം അത് തന്നെ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനുള്ള ഇതെല്ലാം പിടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പല കെട്ടുകളും എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു, നമ്മുടെ എറണാകുളം വീട്ടിൽ. അപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ മൊത്തം ഷൈനി ഉൾപ്പെടെ കേട്ടതല്ലേ, സൗണ്ട് കേട്ടതല്ലേ, ആൾക്കാർ നടക്കുന്നത് കണ്ടതല്ലേ, ഭയങ്കര വളമായിരുന്നല്ലോ വീട് മൊത്തം. അപ്പം അതെങ്ങനെ അഴിഞ്ഞു? ഇതുവഴി തന്നെ അഴിഞ്ഞത്, അതായത് നമ്മുടെ ആ ഡെലിവറൻസ് വഴി തന്നെ അഴിഞ്ഞത്. ഇപ്പം ബ്രദർ പറഞ്ഞില്ല എറണാകുളം വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത്, അതിന്റെ ഫലമായിട്ടാണ് അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായത്. ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ പുറത്താക്കി എന്ന് പറഞ്ഞില്ലേ, പുറത്താക്കുന്നു പറയുമ്പോൾ അതിനൊക്കെ എങ്ങോട്ടാ വിടുന്നത്? നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അതവിടെ വെച്ചോണ്ടിരുന്നത് ഇതിന്റെ എവിടം വരെ ഒരു വീട്ടിലിരുന്നാൽ ഇത് ശല്യം ചെയ്യുന്നുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഞാനത് വെച്ചോണ്ടിരുന്നത്. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോലും ലൈവായിട്ട് ആളെ കാണുന്ന രീതി വന്നു. സൂമില് ലൈവായിട്ട് ആളെ കണ്ടു. അപ്പം ഞാൻ പറയുന്നത്, ഇത് വെച്ചോണ്ടിരുന്ന ഓരോ മാസം കഴിയും തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, വലുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് അനക്കാതിരിക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡെലിവറൻസ് ചെയ്യാതിരുന്നതാണ്. എനിക്ക് പല ഭാഗങ്ങളിലൊക്കെ രോഗങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ അത് ഓപ്പറേഷൻ ബോണ്ടേജിലേക്ക് പോകുന്നു മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഡെലിവറൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അത് ഡെലിവറൻസ് ആയത്. അങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് ഈ സ്പിരിറ്റിനെ പുറത്താക്കി വിടുന്ന രീതി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന ഇതാണ്. നമ്മൾ പുറത്താക്കി വിടുമ്പോൾ ഇപ്പം ഞാൻ ഒരു മെറ്റീരിയൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം തോന്നലാണോ
ഇപ്പോൾ ഒരു വീട്ടുകാരിപ്പം എൻ്റെ വീട്ടിൽ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ തോന്നലാണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അറിയാൻ വേണ്ടി. അപ്പം നമ്മൾ എടുക്കുന്ന ദർശനവും മെറ്റീരിയലും കറക്റ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ചിലവർ വേണമെങ്കിൽ പറയും കൃപയുണ്ടെങ്കിൽ എന്തിനാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. അത് ചോദിക്കുന്നവനും ബോധമില്ലാത്തതുകൊണ്ട് അതിന് മറുപടി പോലും അർഹിക്കുന്നില്ല. കാരണം റിസർച്ച് അതായത് ഈ വീട്ടുകാർ പറയുന്നത് കറക്റ്റാണോ? ഒന്ന്, ബന്ധനം 2 തരത്തിലുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഉണ്ടെന്ന് സോള് 2 തരത്തിലുള്ള ബന്ധനമുണ്ട്. പക്ഷെ അത് ചിലത് ഇവിടെ നമുക്ക് പറയുന്നില്ല. അത് കാരണം ആവശ്യമില്ലാത്ത ആൾക്കാരെല്ലാം അത് പഠിച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 തരത്തിലുണ്ട്. അത് വീട്ടുകാരറിയേണ്ട കാര്യമില്ല. ബന്ധനം അഴിക്കാൻ പോകുന്ന അയാളുടെ കഴിവാണ്. ആ വീടിനെ എങ്ങനെയെങ്കിലും ഡെലിവറാക്കി എടുക്കുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അയാൾ അതിനു വേണ്ടി എന്ത് മാർഗം ഉപയോഗിക്കും. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് നോക്കുന്നവർ അല്പജ്ഞാനികളാണ്. ഈ അല്പജ്ഞാനം വെച്ച് ഈ അഹംഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാനിപ്പോൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇത് എത്രമാത്രം ഇത് കറക്റ്റാണ്. ഇത് കാരണം ഒരു പൊതുജനത്തെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തെളിവുകളില്ല. സ്റ്റഡിയുടെ ഭാഗമായിട്ട് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എവിഡൻസാണ് വേണ്ടത്. എവിഡൻസിന് ദർശനം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ വിത്ത് എവിഡൻസ് വേണം ഈ വീടിന് ബന്ധനമുണ്ടെന്ന് കാണിക്കാൻ. ഒരു പുതിയ ഒരാളെ കാണിക്കണമെങ്കിൽ വിത്ത് എവിഡൻസ് വേണം. അപ്പോൾ ആ വിത്ത് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഉപയോഗിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല, അത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒഴിച്ചു വിടുന്നത് എവിടെ പോകുന്നതാണോ ചോദിച്ചത്? എങ്ങോട്ടേക്കാണ് ഈ വിടുന്നത്? ഒഴിച്ചു വിടുന്നത് നമുക്ക് 2-3 തരം പറയാം. പേടിക്കത്തില്ലെങ്കിൽ 2-3 നമ്മുടെ വരം വെച്ചുകൊണ്ട് പറയാം. ഒന്ന്, നമ്മൾ എവിടുന്ന് ഒരിടത്തുനിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരിടത്തുള്ള സാധനമാണല്ലോ നമ്മൾ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചത്. വെച്ചപ്പോഴാണല്ലോ എൻ്റെ വീട്ടിൽ അത് പ്രശ്നമായത്. എനിക്ക് വേണമെങ്കിൽ ആ വീട്ടിലോട്ട് എന്നെ തിരിച്ചുവിടാം. നീ അവിടോട്ട് തന്നെ പോയിക്കോളാൻ പറയും. അവർ ദൈവത്തിലല്ല, അവർ വചനത്തിലല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് തന്നെ വിടാൻ പറ്റും. ഒന്ന്, അത് വിടാം. രണ്ടാമത്, ഇവനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് അവൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നശിപ്പിക്കാൻ പറ്റും. അത് നിർവീര്യമാക്കാൻ പറ്റും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പം നിർവീര്യമാക്കി കളയുന്നതിനാണ് ഈ എടുത്ത് കളഞ്ഞു. ആ നിർവീര്യമാക്കുന്നത് പിന്നീട് ഒരിക്കലും അവർക്ക് ഉപദ്രവം ഉണ്ടാകത്തില്ല. ആ സ്പിരിറ്റ് അവരെ ഉപദ്രവിക്കുന്നത്. അപ്പൊ അവര് പിന്നെ വചനത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പം മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടിയ ബന്ധന വസ്തുക്കളായിരിക്കാം ബ്രദറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ആ വസ്തുക്കൾ ഇതുപോലെ നിർവീര്യമാക്കി കളഞ്ഞു. അവര് അപ്പൊ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രാർത്ഥന എന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ നിർവീര്യമായത് ഒരിക്കലും വരത്തില്ല. നമ്മൾ നിർവീര്യമാക്കാതെ നമ്മുടെ വീട്ടിൽ വെച്ചോണ്ടിരുന്നല്ലോ. അതാണല്ലോ ഇത്രയും നിങ്ങളെല്ലാം അനുഭവം ഉള്ളവർ. പക്ഷെ അത് വേണമെങ്കിൽ ഞാൻ അഴിച്ച സമയത്ത് വേണമെങ്കിൽ ഇത് എവിടെ നിന്നാണോ ഞാൻ കൊണ്ടുവന്നത് അവർക്ക് ഇപ്പോൾ ഭക്തി ഇല്ല, അവരിപ്പോൾ വെറുതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചുമക്കേണ്ട കാര്യമില്ല. വചനത്തിൽ പറയുന്നുണ്ട് അവൻ ഇറങ്ങിപ്പോയിടത്തോട്ട് എന്നെ തിരിച്ചു കയറുമെന്ന് പറയുന്നുണ്ട്. അവനെ അങ്ങോട്ടങ്ങ് വിടാം, ധൈര്യമായിട്ട് വിടാം നമുക്ക്. പക്ഷെ ചില മിഷണറിമാർ വിടത്തില്ല. സ്നേഹമാണല്ലോ ക്രിസ്തു പഠിപ്പിച്ചത്. അപ്പോൾ അത് കാരണം സ്നേഹമാണല്ലോ, സ്നേഹം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നിർവീര്യമാക്കത്തേ ഉള്ളൂ. അത് നിർവീര്യമാക്കുക. ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ബന്ധിക്കാനും ബന്ധനം അഴിക്കാനും വരവുണ്ട്. പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നത് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല, നരകമേ കിട്ടത്തുള്ളൂ. അത് കാരണം നമ്മളതങ്ങ് നിർവീര്യമാക്കും. ശത്രുവാണെങ്കിൽ പോലും നിർവീര്യമാക്കും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നമ്മുടെ വരവും നമുക്ക് തന്ന ഗ്രേസ് ഉപയോഗിച്ച്, ക്രിസ്തുവിൻ്റെ ഗ്രേസ് ഉപയോഗിച്ച് നമുക്കത് നിർവീര്യമാക്കാം.